എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് പേര് നമ്മളൊരു കരിയറോ അല്ലെങ്കിൽ ജോബൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ലോങ് ടേമിലേക്കായിരിക്കും നോക്കുക. സോ ആ സമയത്ത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ കഴിയാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മേ ബി നിങ്ങൾ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം, കരിയർ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. സോ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഒരുപാട് നിങ്ങളെ പേഴ്സണൽ ലൈഫിലെ നിങ്ങളെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മെയിൻ തിങ് ആണ് ഒരു ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക എന്നുള്ളത്. സോ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്കറിയില്ല ആക്ച്വലി നമുക്ക് എന്താണ് നമുക്ക് നല്ല രീതിയിൽ വർക്കാവുക എന്നുള്ളത്. ഇതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. ഏത് എക്സ്പേർട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, എന്ത് കേട്ട് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ സക്സസ് ആയവർ നോക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ്, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങളും അതേപോലെ കരിയേഴ്സ് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾ മനസ്സിലാവുക. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യാൻ, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി കുറച്ചുകൂടി ബെറ്റർ ആവും. ഇപ്പം ഇൻ ദ കേസ് നമ്മൾ സ്കിൽഫ്ലൈയിൽ നമ്മൾ ഒരുപാട് കോഴ്സസ് കൊടുക്കാറുണ്ട്. സോ മോർ ദാൻ ദാറ്റ് ആ കോഴ്സിനായിട്ട് മുന്നേ നമ്മൾ ഫസ്റ്റ് സെഷൻ അറേഞ്ച് ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ മേ ബി ഒരാൾ ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കേട്ട രീതിയിലായിരിക്കും വരിക. ഇത് അത്രത്തോളം ഈസിയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതിനോട് അടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ പോസിറ്റീവ്സും അവരെ പാഷനായിട്ട് അത് അലൈൻ ചെയ്യുമെന്ന് അറിയാം. സോ അതുപോലത്തെ വർക്ക്ഷോപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഒരുപാട് പേര് ഇപ്പം ഒരുപാട് കരിയറിലേക്കാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇതേപോലെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എനിക്കുമായിട്ട് അലൈൻ ചെയ്യുമോ എന്നുള്ളത് ഒന്നാമത്തേത്. അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പെർട്ടൈസ് ഉണ്ടാവുമല്ലോ. ഇപ്പം 2 ഇയേഴ്സും 5 ഇയേഴ്സും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. സോ അവരോട് സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അത്ര ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കുക. എന്താണ് അവസ്ഥ, എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു ആഗ്രഹം, എനിക്കിത് പറ്റുമോ, എൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണാ എന്നൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തരും. അവരുടെ മൊത്തം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ട്രൈ ചെയ്യുക എന്നുള്ള. സോ മേ ബി നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജ് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നതിൽ തന്നെ നിങ്ങൾക്ക് തോന്നണമെന്നില്ല അത് അടിപൊളിയാണ്, എനിക്ക് നല്ല പറ്റുമെന്ന്. സോ അത് കുറച്ച് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താക്കും, അത് എക്സ്പേർട്ടായിട്ട് സംസാരിച്ചതിന് ശേഷം ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരു 2 മന്ത് 3 മന്ത് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞ് ഒരു 1 ഇയർ അറൗണ്ട് ഒരു 6 മന്ത് 1 ഇയർ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും ഇതെങ്ങനെ കാണുന്നത്, പ്രൊസീജിയർ എങ്ങനെ കാണുന്നത്. സോ അങ്ങനെ വേണം നിങ്ങളൊരു കാര്യത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. പിന്നെ എല്ലാവരും നമ്മളിപ്പം എൻ്റെ കേസിൽ തന്നെ എടുത്ത് ഞാൻ 5 വരെ വിചാരിച്ചിരുന്ന് പട്ടാളത്തിന് പോകണമെന്ന്. പിന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസിന് പോകണം. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് CA ആവണം. +2 അങ്ങനെ നമുക്ക് വേണം. +2ൻ്റെ അവസാനം വരെ ഞാൻ വിചാരിച്ച് കാനഡയിൽ പോയിട്ട് ഡിഗ്രി ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ആ ഒരു സാധനം ആ ഒരു ഭൂമുള്ള സമയമുണ്ട്. സോ ആക്ച്വലി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എക്സാക്ട് ഇതാണ് എൻ്റെത് എന്നുള്ള രീതിയിലാവില്ല. മേ ബി സമയം സിറ്റുവേഷൻ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് അറിയുന്ന സമയത്തൊക്കെ ഇതെന്തായിക്കൊണ്ടിരിക്കാം, ചേഞ്ച് ചെയ്യാം. ഫൈനലി ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഓൺട്രപ്രണർഷിപ്പിലാണ്. സോ ഇങ്ങനെ ഇത് മാറുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് ഈ ഇഷ്ടപ്പെട്ട പാഷൻ റിലേറ്റഡ് കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യണം. അതിനുള്ള സമയം കൊടുക്കുക. ഇപ്പം ചാടി കയറി +2 കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു ഷോർട്ട് ടേം കോഴ്സ് എടുക്കാതെ നിങ്ങൾ എന്താക്കുക, ഒരു ഡിഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സ് ആണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ ശരി, നിങ്ങൾ മാക്സിമം അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു ഡിഗ്രി എടുത്ത് പോകാമെന്നല്ലാതെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റ് ഫീൽഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ക്രിക്കറ്റാണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ അത് റിലേറ്റ് ചെയ്ത് ജോബ് കിട്ടും? നിങ്ങൾ ക്രിക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പം ഹൈലി സ്കില്ലില്ല എന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, ക്രിക്കറ്റ് കാണാൻ ഇൻട്രസ്റ്റ് ആണ്, ക്രിക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ അറിയാനും കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്തായിരിക്കും അതിൽ ഹാപ്പി ആയിരിക്കും എന്നുള്ള. സോ ക്രിക്കറ്റിൽ തന്നെ അത് റിലേറ്റ് ചെയ്ത കോച്ചിൻ്റെ അസിസ്റ്റൻറ്റ്, അവിടുത്തെ ഫോട്ടോഗ്രാഫി, അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ അഡ്മിൻ, അവിടുത്തെ HR, ഒരുപാട് വർക്കുകളുണ്ട്. സോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്രിക്കറ്റുമാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ജോലിയും കൂടി ആകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് കൂടും. സോ നിങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ച് നോക്കുക. സോ ആ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക് HR ആവണമെന്ന് വിചാരിച്ചെന്ന് വിചാരിക്കാം. പക്ഷെ അവർ ഇൻട്രസ്റ്റ് ഉള്ള അവരുടെ ഏരിയ തന്നെ ആണോ എന്നുള്ളതും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം എന്തായാലും ചെയ്യുക. ഇതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ടിപ്സും കാര്യങ്ങൾക്കുമായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ബൈ.